റൂം ബുക്ക് ചെയ്യാതെ ഗോവയിൽ വന്ന് പൂതി മാറിയ ദിവസമായിരുന്നു ശരിക്കും ഇന്ന് പുലർച്ചയ്ക്ക്. 5 മണിക്ക് നമ്മൾ ഗോവയിൽ എത്തിയിട്ട് 5 മണിക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് സകലമാന ഹോട്ടലുകളിലും ഡോർമെട്രികളിലും എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോയി നോക്കി. ഒരു റൂം പോലും കിട്ടിയില്ല. ഒരു റൂം എന്ന് പറഞ്ഞാൽ സിംഗിൾ റൂം ഡോർമെട്രിയിലും എവിടെയില്ല. അവസാനം 2 പ്രാവശ്യം മുമ്പ് നിന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ റിസപ്ഷനിൽ റെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. റൂമില്ല, റിസപ്ഷനിൽ റെസ്റ്റ് ചെയ്തോളം പറഞ്ഞു. അങ്ങനെ അവിടെ റിസപ്ഷനിൽ കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു. ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പം ഈ സമയത്തേക്കും ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ഇനി എവിടെയെങ്കിലും പോയിട്ട് റൂം എടുത്ത് കിടന്ന് ഉറങ്ങണം, ഇവിടുന്ന് മാറി. ഡേ 2 നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് പാലോലം ബീച്ചിലേക്കാണ്. പാലോലം ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമഡി ബീച്ചാണ്. കോമഡി ബീച്ച് എന്ന് പറയാമെന്ന് വെച്ചാൽ ഒരു കുറേ വർഷം മുമ്പ്, ഒരു 2015-16 ആരും വരാതെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയൊരു ഭയങ്കര അടിപൊളി ബീച്ചായിരുന്നു. ഇപ്പം അവിടെ നേരെ തിരിഞ്ഞു. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത ആൾക്കാരില്ല. അവിടെ ഭയങ്കര പീസാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടേക്ക് പാഞ്ഞു വന്നിട്ട് ഇപ്പോൾ അവിടുത്തെ പീസ് പോയി. അവിടെയാണെങ്കിൽ ഇപ്പം ഭയങ്കര തിരക്കാണ്. രാവിലെ തിരക്ക്. ഗോവയിൽ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള ബീച്ച് പാലോലം ബീച്ചായിട്ട് മാറിയിട്ടുണ്ട്. അത്രയും തിരക്കാണ് ആ ബീച്ചിൽ. എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ചുറ്റിലും ഒക്കെ ഇപ്പം ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊരു 4-5 വർഷം മുമ്പ്, അതായത് ബിഫോർ കോവിഡ് നമ്മൾ വന്ന് കണ്ട ഒരു പാലോലം ബീച്ചല്ല ആഫ്റ്റർ കോവിഡ് ഗോവയിൽ ഏറ്റവും തിരക്കുള്ള ബീച്ചായിട്ട് പീസ്ഫുൾ ബീച്ച് എന്ന് പേരുള്ള പാലോലം ബീച്ച് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത്. പോയിട്ട് ഏകദേശം എത്താറായിട്ടോ. ഇനി ഒരു 2 വളവ് വളഞ്ഞാൽ പാലോലം ബീച്ചാണ്. 2 വളവല്ല, 1 വളവ്. ഇപ്പം നമ്മുടെ മുന്നിലങ്ങനെ നേരെ കാണുന്നില്ലേ, അതാണ് അതിൻ്റെ എൻട്രൻസ്. പാലോലം ബീച്ചിൻ്റെ എൻട്രൻസ് അതാണ്. അങ്ങോട്ട് കയറുക. അപ്പോൾ അവിടെ നമ്മൾ ബൈക്ക് പാർക്കിങ്ങിൽ ബൈക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ബാഗൊന്നും എടുത്തു പോകുന്നില്ല. ബാഗൊക്കെ വണ്ടീൻ്റെ മുകളിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി റീസൺ വേഗം പോയിട്ട് വേഗം വരുന്നതായിരിക്കും. പിന്നെ ബീച്ചല്ലേ, നമ്മൾ കോഴിക്കോട്ടുകാർ കാണാത്ത ബീച്ചില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോരുക, അത്രയേ ഉള്ളൂ. ഇതാണ് കേട്ടോ പാലോലം ബീച്ച്. നമ്മളിവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ചെറിയ രീതിയിൽ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. തിരക്കൊക്കെ കുറവാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള, തിരയൊക്കെ കുറഞ്ഞ നല്ല അടിപൊളി ബീച്ചാണ്. നമുക്ക് അത്യാവശ്യം വെള്ളത്തിലിറങ്ങി കുളിക്കണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സെറ്റാണ്. പിന്നെ നല്ല വലിയ ബീച്ചാണ്. ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് നല്ല ദൂരമുണ്ട്. പാലോലം ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് പോകുന്നത് നേരിട്ടിട്ട് ബട്ടർഫ്ലൈ ബീച്ചിലേക്കാണ്. ബട്ടർഫ്ലൈ ബീച്ച് പാലോലം ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചാണ്. ബീച്ച് കടലിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. ഒരു വല്ല ബോട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങളെ കടലിൽ കൂടെ ബോട്ട് എടുത്തിട്ട് നിങ്ങളെ കൊണ്ടുപോകും. പിന്നെ രണ്ടാമത്തെ മാർഗം ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് ബൈ റോഡ് പോകുന്നതാണ്. റോഡ് പോകുന്നത് കുറച്ച് കാട്ടുകൂടെ, കുറച്ച് എന്താ പറയുക, കാട്ടുകൂടെ പോയി അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓഫ് റോഡ് പോയി അങ്ങനത്തെ ഒക്കെ ഒരു റൂട്ടാണ്. അപ്പം ആ ബീച്ചാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് പോകാം. ഇല്ലെങ്കിൽ ഒരു 2 വീലർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവറിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് ഇത്. നല്ല അടിപൊളി ബീച്ചാണ്.
നമ്മളെ ഈ പാലോലം ബീച്ചിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമ്മളിവിടെ ബട്ടർഫ്ലൈ ബീച്ചിലെത്തുന്നത്. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് ഓഫ് റോഡെന്നൊന്നും പറഞ്ഞൂടാ, എന്താ പറയുക, വണ്ടി പോയി ചളിയായ ഒരു റോഡ്. അപ്പം അവിടെ റൂംസ് അവൈലബിൾ. ബട്ടർഫ്ലൈ ബീച്ച് ആദ്യം റൂമൊന്നും ഇല്ലായിരുന്നു, അത് വെറും നമുക്ക് ജസ്റ്റ് പോയിട്ട് കണ്ടുവരാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഇപ്പോഴാണ് റൂമും കാര്യങ്ങളൊക്കെ അവിടെ വന്നത്. പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്, റോഡിൽ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടില്ലേ, ആ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ കയറി ഇങ്ങോട്ട് വരാം, ഒന്നും കുഴപ്പമില്ല. നല്ല മെയിൻ റോഡാണ്, പരിപാടികളൊക്കെ ഈസി ആയിട്ട് നടക്കും. മഴക്കാലത്താണ് ഇവിടെ സഹിക്കാൻ പറ്റാതെ. വേനൽക്കാലത്ത് പിന്നെ കുഴപ്പമില്ല, ഇത് പൊടിയാണെന്നെങ്കിലും വിചാരിക്കാം. മഴക്കാലത്ത് ചളിയായിട്ട് നമുക്കിത് ചവിട്ടാനും പറ്റൂല, വല്ലാത്തിറങ്ങാറാ. ഇവിടെ പിന്നെയും ഓഫ് റോഡ് പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട് ഓഫ് റോഡ്. എത്ര കാശൊന്നും എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ജീപ്പ് നല്ല കത്തി ചാർജാണ്. പ്രത്യേകിച്ച് ഓഫ് റോഡ് എന്ന് പറഞ്ഞ സാധനമല്ലോ. ഒന്നാമത്തെ കാര്യം, ഇത് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. പിന്നെ ഇത് ചുമ്മാ ഒരു കാര്യമില്ലാതെ ജീപ്പ് എടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പിന്നെ പ്രായ ആൾക്കാർക്കൊക്കെ കുറച്ച് ദൂരമുണ്ട്, 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ടായിരിക്കും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. എനിക്കൊന്ന് ഇവരിത് ഒരു ഓഫ് റോഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഇതിങ്ങനെ റോഡാക്കിയിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയി വരണമെന്നുള്ള നല്ല രീതിയിലാക്കാമല്ലോ. പിന്നെ മഴക്കാലത്തൊക്കെ ഇവിടെ അടിപൊളിയാണ്. മഴക്കാലത്തൊക്കെ ഈ റോഡ് ഫുള്ളി വെള്ളമായിരിക്കും ഇവിടെയൊക്കെ. നൈസാണ് റോഡ്, അടിപൊളിയാണ്. വലിയ മോശം പരിപാടിയൊന്നുമില്ല, കുറ്റം പറയാനൊന്നുമില്ല, നല്ല രസം തന്നെയാണ്. ഇവർ ഈ വാങ്ങുന്ന ഈ കത്തി റേറ്റ് എന്താ പറയുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പരിപാടി. ഇവിടെ ചെറിയൊരു ട്രക്കിംഗ് പരിപാടി ഉണ്ട്. ഇത് കുറച്ച് ദൂരം, അതായത് 1500 മീറ്റർ ഇങ്ങനെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണം, എന്നാലേ നമുക്ക് ബീച്ച് എത്താൻ പറ്റുള്ളൂ. നമ്മളെ അങ്ങനെ കുറച്ച് കാട്ടുകൂടിയൊക്കെ ഒരു 1500 മീറ്റർ നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ബീച്ച് കാണുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണുന്നതാണ് ബീച്ച്. ഈ ബീച്ചിന് ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പേര് വരാൻ കാരണം 2 പാറക്കെട്ടിൻ്റെ നടുവിലൊരു ബീച്ച് അങ്ങനെ കാണുന്നതുകൊണ്ടാണ്. അതായത് ചെറിയൊരു ബീച്ചാണ്, അതായത് ഒരു 10-30 മീറ്റർ പോലും വീതിയില്ല. ഭയങ്കര പ്രൈവറ്റായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഭയങ്കര ചെറിയൊരു ബീച്ച്. ബട്ടർഫ്ലൈ ബീച്ച് നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരിട്ട് പോകുന്നത് കോല ബീച്ചിലേക്കാണ്. കോല ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ബീച്ച് പോലെ തന്നെ കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട് എത്തുന്ന ഒരു അധികം ആൾക്കാരൊന്നും വരാത്തൊരു ചെറിയൊരു ബീച്ചാണ്. ഇതും പറഞ്ഞ മാതിരി മുമ്പൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാതെ ഈയിടെ ഫേമസ് ആയ ഒരു ബീച്ചാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു ക്ലിഫ് പോലുള്ള സ്ഥലത്താണ്. അവിടുന്ന് ഒരു മലേൻ്റെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ ബീച്ച് നല്ല വലിയ വലുപ്പത്തിൽ ഇങ്ങനെ കാണാം. അതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഉള്ളത്, അടിപൊളിയാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് നടന്നു പോയാലൊക്കെ കയാക്കിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ടവർക്ക് അങ്ങോട്ട് നടന്നു പോകാം, പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു
ബിക്കോസ് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടീൻ്റെ മുകളിലുണ്ട്. റൂമിലെത്തിയാൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് അതവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റും. അങ്ങനെ മെയിൻ റോഡിൽ നിന്നൊരു 4-5 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് നമ്മൾ ബീച്ചിലെത്തി. കുറച്ചും കൂടെ മുന്നോട്ടൊക്കെ പോയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അതാ നമ്മുടെ മുന്നിൽ ആ കാണുന്ന കേട്ടോ ബീച്ച്. ഭയങ്കര ഭംഗിയാണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കാൻ. ഈ ഫോണിൽ ക്യാമറയിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ ഒന്ന് നടന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു വ്യൂവിന്. എന്തായാലും ഒന്ന് കണ്ടു നോക്കും. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grab my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name, crooked smiles crashing waves, no shame. ഈ കോലാ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് മഡ്ഗോണിലേക്കാണ്. മഡ്ഗോണിൽ നിന്ന് പിന്നെ പഞ്ചും പിന്നെ റൂമും, അതാണ് പ്ലാന്. പിന്നെ ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ചെറിയ റോഡുകളാണ്. ചുറ്റും നല്ല പച്ചപ്പ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ റോഡേ നമുക്ക് ഒരുപാട് ദൂരം പോകാനുള്ളത് ഈ സെയിം റോഡിൽ കൂടെ തന്നെയാണ്. ഒരു 10-40 കിലോമീറ്റർ മഡ്ഗോൺ എത്തുന്നവരെ ഈ റോഡിൽ തന്നെയാണ് പോകേണ്ടത്. അതായത് ഇതേപോലുള്ള ചെറിയ റോഡിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഹൈവേ കിട്ടും. അങ്ങനെ നമ്മൾ മഡ്ഗോവ് കഴിഞ്ഞിട്ട് പഞ്ചിമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് NH66 കൂടിയാണ്. ഇവിടെയാണ് നമ്മുടെ സുവാരി ബ്രിഡ്ജ് ഉള്ളത്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് പഞ്ചിമിലേക്ക് പോകാൻ. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അതായത് രണ്ട് സൈഡും നമുക്ക് നല്ല അടിപൊളി സീനറീസ് കാണാം. സുവാരി റിവറിൻ്റെ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അതായത് നല്ല പരന്ന് കിടക്കുന്ന കടൽ മാതിരി കിടക്കുന്നൊരു പുഴയാണിത്. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കടൽ കാണാം. ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഈ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടെ ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡാണ്. എൻ്റെ ഈ ഗോവ ട്രിപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഈ ബ്രിഡ്ജിൽ കൂടെ പാസ് ചെയ്യുക എന്നുള്ളത്, ഇല്ലെങ്കിൽ പാസ് ചെയ്യുന്നത്. അടിപൊളി. നമ്മളിപ്പോൾ ഉള്ളത് ഗോവേൻ്റെ ക്യാപിറ്റൽ പഞ്ചിമിലാണ്. ഇവിടെ ഫൊണ്ടൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തല്ല. ഇവിടെ കുറച്ച് എനിക്ക് തോന്നുന്നു വല്ല ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ വീടുകളോ കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കാൻ വരും. ഭയങ്കര ഭംഗിയാവും. കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് വീടുകൾ ഇങ്ങനെ രണ്ട് സൈഡും പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതായത് മഞ്ഞ, കണ്ണ് കുത്തുന്ന കളറുണ്ടല്ലോ, മഞ്ഞ, ഓറഞ്ച്, അങ്ങനത്തെ കളേഴ്സ് ആണ് ഇവരെ മെയിൻ പരിപാടികൾ. ഇതിപ്പം ഒരു ചെറിയൊരു സ്ട്രീറ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് തിരിച്ചു പോയാൽ വീണ്ടും അപ്പുറത്ത് വേറൊരു സ്ട്രീറ്റുണ്ട്. അങ്ങനെ ഓരോ സ്ട്രീറ്റിലേക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെ വെറൈറ്റി വീടുകൾ കാണാം.
ദിസ് ഈസ് ഓൾസോ ഗുഡ്. ദിസ് ഓൾസോ ഒരു വഴി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ട് ഒരുപാട് വീടുകൾ. നീല, മഞ്ഞ, ചുവപ്പ്, റോസ്, ഓറഞ്ച്. ദിസ് ഈസ് യെസ്. ഇത് ഇവിടുത്തെ ഒരു ബാറാണ്, ജോസഫ് ബാർ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബാർ. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, ആൾക്കാർ ക്യൂ നിൽക്കും. പക്ഷേ ആ ക്യൂ നിൽക്കുന്നതിൻ്റെ ക്വാളിറ്റി ഇവിടുത്തെ ഫുഡിനുമില്ല, ഇവിടുത്തെ മദ്യത്തിനുമില്ല. ഒരു കോക്ടെയിൽ എന്ന് പറഞ്ഞൊരു സാധനം കുത്തി കലക്കി തരും, എന്തൊക്കെയോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. പക്ഷേ പോരാ, അതാണ് ഇവിടുത്തെ അവസ്ഥ. ബട്ട് ഈ സ്ഥലം മൊത്തത്തിൽ കാണാനൊരു വൈബഷ് മൂഡഷ് കിടുവഷ് സ്ഥലമാണ്. You can see this. എല്ലാ വീടുകളും ഇങ്ങനെ വെറൈറ്റി കളേഴ്സാണ്. വെറൈറ്റി കളേഴ്സാണ്. അതായത് നമ്മൾ വീണ്ടും അടുത്ത വെറൈറ്റി കളേഴ്സ്. എന്താണ് അവിടെ ഒരു നോ എൻട്രി ബ്രോ? യെസ്, അഗൈൻ ദിസ് ഈസ് ദ റൂട്ട്. ഇവിടെയൊക്കെ റൂമൊക്കെ ഉണ്ടോ? ഗസ്റ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട്. റൂമൊക്കെ എടുക്കാം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഞാൻ വേറെ സ്ട്രീറ്റ് വീണ്ടും ഫുൾ കളർഫുൾ വീടുകൾ, ഫുൾ കളർഫുൾ വീടുകൾ. സോ നമ്മൾ ഈ കളർഫുൾ വീടുകൾ കുറേയൊക്കെ കാണാൻ ശ്രമിച്ചു. അത്ര കണ്ടാൽ മതി. ഇനി വിശക്കുന്നുണ്ട്. ഇനി അടുത്ത പണി ഫുഡ്. പിന്നെ നമുക്ക് അഞ്ജന റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ തോന്നുന്നു. വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഏതായാലും ഞാൻ ക്യാമറയിലെ ചാർജൊക്കെ ഏകദേശം തീർന്ന് മരിക്കാനാവുന്നുണ്ട്. അപ്പം ഓഫ് ചെയ്ത് വെക്കട്ടെ. ഗുഡ് ബൈ.